സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC നടത്തിയ ഖാദി ബോർഡ് LDC പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. ഇനി വരുന്ന LDC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നു: പാലിയം സത്യാഗ്രഹം 1947-48, നിവർത്തന പ്രക്ഷോഭം 1935, പട്ടിണി ജാഥ 1936, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. നിവർത്തന പ്രക്ഷോഭം 1932 ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2. അടുത്ത ചോദ്യം: പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുനഹദോസിന്റെ അധ്യക്ഷൻ. ഓപ്ഷൻ ബി ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? തന്നിരിക്കുന്നു: സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ, ആര്യ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, ഹിതകാരണി സമാജം വീരേശലിംഗം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 4 എന്നിവ ശരി. 1, 4 എന്നിവ ശരി. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷൻ. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഗസ്റ്റപ്പോ എന്നാണ്. ഓപ്ഷൻ ഡി ഗസ്റ്റപ്പോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രം ശരി: അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. അടുത്ത ചോദ്യം: ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി. ഓപ്ഷൻ ബി ഫോം ലൈൻ. ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ്. ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം. മുങ്കേഷ്പൂർ, ഡൽഹി. മുങ്കേഷ്പൂർ, ഡൽഹി. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നു: താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 4 എന്നിവയാണ് നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ. അടുത്ത ചോദ്യം: കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ. 1, 2. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയുടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായവ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അൽമാട്ടി ഡാം കർണാടകയിലെ കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം: ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. അടുത്ത ചോദ്യം: 1991 സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. പ്രസ്താവന 1: RBIയെ ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റുക. പ്രസ്താവന 2: സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി. പ്രസ്താവന 3: ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 75% ഉയർത്തി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. പ്രസ്താവന 1, 2, 3 എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം: നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ
റഫറൻസ് വർഷ റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏത്? 2ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി. വളർച്ചാ ലക്ഷ്യം 5.6% പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. മഹാലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത്. ശരിയല്ലാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. വളർച്ചാ ലക്ഷ്യം എത്രയായിരുന്നു? 4.5% അടുത്ത ചോദ്യം, റിസർവ് ബാങ്കിന്റെ പണനയവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. പ്രസ്താവന 1, വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2, വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. പ്രസ്താവന 3, റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതൽ ആയിരിക്കും. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, 2 ശരി, 3 ശരി അല്ല. 1, 2 ശരി, 3 ശരിയല്ല. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ ഫലത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. തന്നിരിക്കുന്നു, ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. കാർഷികോൽപാദന ക്ഷമത വർദ്ധിച്ചു. തൊഴിൽ ലഭ്യത കുറഞ്ഞു. ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. തൊഴിൽ ലഭ്യത കുറഞ്ഞു. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായിട്ട് യോജിപ്പിക്കുക. തന്നിരിക്കുന്നത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. പ്രാഥമിക മേഖല 21.00%, ദ്വിതീയ മേഖല 26.50%, തൃതീയ മേഖല 52.50%. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തന്നിരിക്കുന്നു, ഭരണഘടനയിലെ 15 വകുപ്പുകൾ 36 വകുപ്പ് മുതൽ 51 വകുപ്പ് വരെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നിർദ്ദേശക തത്വത്തിന്റെ ആശയം കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ്. നിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പ് 45 രാജ്യത്ത് നടപ്പാക്കി. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങൾ അല്ല. തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിലെ 4-ാം ഭാഗത്ത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഉത്തരം 2, ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ് എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? തന്നിരിക്കുന്നു, 6 മുതൽ 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണ്. പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. മൗലിക കടമകളെക്കുറിച്ച് തെറ്റ്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കേന്ദ്ര മന്ത്രിസഭ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3 എന്നിവ ശരിയാണ്. 1, 3. ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. ഉപരാഷ്ട്രപതിമാരെ
വി ഗിരി വരുന്നത് 1967 മുതൽ 1969 വരെയുള്ള കാലഘട്ടമാണ്. ആർ വെങ്കിട്ടരാമൻ 1984 ടു 1987 വരെയാണ്. ജഗ്ദീപ് ധൻകർ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയാണ്. മുഹമ്മദ് ഹമീദ് അൻസാരി 2007 ടു 2017 വരെ 2 ഘട്ടങ്ങളിലായിട്ട് ഉപരാഷ്ട്രപതിയായിരുന്നു. 24 ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1, 2, 4, 3. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, കോവറാൻഡോ എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പ്രോഹിബിഷൻ നിരോധനം. കോവറാൻഡോ എന്ത് അധികാരത്തിൽ. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏവ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായിരുന്ന കോഫി അനൻ ഘാനക്കാരനായിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ പൂർണ്ണരൂപം. നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. തന്നിരിക്കുന്നത് ഇന്ത്യൻ തപാൽ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, വിൽപ്പന നികുതി, റെയിൽവേ, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സംസ്ഥാന സർവീസ് വരുന്നത് വിൽപ്പന നികുതിയാണ്. അഖിലേന്ത്യാ സർവീസിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവ വരുന്നു. കേന്ദ്ര സർവീസിൽ വരുന്നതാണ് ഇന്ത്യൻ തപാൽ സർവീസ്, റെയിൽവേ എന്നിവ. അടുത്ത ചോദ്യം, 73ാം ഭരണഘടന ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ. തന്നിരിക്കുന്നു 11ാം പട്ടിക ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. 73ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. 73ാമത്തെ ഭേദഗതി നിലവിൽ വന്നത് 1993-ലാണ്. 1993 ഏപ്രിൽ 24. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ. 1987 മുതൽ 1991 വരെയുള്ള E.K. നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖർ. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു P.K. അബ്ദുറഹ്മാൻ. പട്ടം എ താണുപിള്ളയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന R. ശങ്കർ കേരളത്തിലെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ഇവ ശരിയാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന P.P. ഉമ്മർകോയയായിരുന്നു കേരളത്തിലെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. P.P. ഉമ്മർകോയ. അടുത്ത ചോദ്യം, കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ. കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കി. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം. കേരള ഭൂപരിഷ്കരണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 4. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായിട്ട് നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് തെറ്റാണ്.
കേരളത്തിലെ ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായിട്ട് നടന്ന കുടികിടപ്പാവകാശ സമരമാണ് കള്ളിക്കാട് സമരം. കുടികിടപ്പാവകാശ സമരം. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4. പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവൃത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവൃത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ, സ്വത്തവകാശം, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഹൈക്കോടതിയുടെ റിട്ട് അവകാശം, വകുപ്പുകൾ ഏതൊക്കെ എന്നതാണ് റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ധനകാര്യ കമ്മീഷൻ 280 വകുപ്പ്, സ്വത്തവകാശം 300A വകുപ്പാണ് വരുന്നത്. 300A വകുപ്പ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61 വകുപ്പ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226 വകുപ്പ്. ഒന്നുകൂടി നോക്കാം. ധനകാര്യ കമ്മീഷൻ 280 വകുപ്പ്, സ്വത്തവകാശം 300A വകുപ്പ്, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61 വകുപ്പ്, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226 വകുപ്പ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏവ? തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നിവയാണ്. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്ന കുറുകിയ വരകൾ കാണപ്പെടുന്നത് മിനുസപേശിയെക്കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു എന്നിവയാണ് മിനുസപേശികളെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, അക്ഷാസ്ഥിക്കുടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. വാരിയലുകളിൽ 24 അസ്ഥികൾ. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം പ്ലൂറയാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞ ഇരട്ട സ്ഥലം പ്ലൂറ. സന്ധികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, വിജാഗ്രി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഉമ്മിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ലൈസോസോം. രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3, 2, 1. 3, 2, 1. 3, 2, 1. അടുത്ത ചോദ്യം, ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ മാസ്. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു ഓപ്ഷൻ സി പോൾ. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. 2023 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലുള്ള കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ ബി പ്രകാശം. P1V1 = P2V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ബോയിൽ നിയമം. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? അമാൽഗം. മെർക്കുറി. ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും. ഓസ്മോട്ടിക് മർദ്ദം. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ BOD എത്രയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 122 ppm. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത്? നൈട്രേറ്റ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം മൈക്കൽ ഫെൽപ്സ്. KC ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ബോക്സിംഗ്. ഫയദോർ
ദസ്തോയെവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരു സങ്കീർത്തനം പോലെ. ഇലഞ്ഞിത്തറമേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇലഞ്ഞിത്തറമേളം തൃശ്ശൂർ പൂരം. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി നർഗേസ് മുഹമ്മദി. ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം 2023. ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വേഡ് പ്രോസസർ. കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണമാണ് മാൻ. 2 KB = ബൈറ്റ്സ്. 2 KB = 2048 ബൈറ്റ്സ്. ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV C-57. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? അമിതാവ് കാന്ത്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? അനുച്ഛേദം 24. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം? ഓപ്ഷൻ സി 10 രൂപ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രസ്താവന 1, 2 ശരിയാണ്. ഉപഭോക്താവിന് ഓൺലൈൻ ആയി പരാതി നൽകാം. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9-ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ആരാണ്? ഓപ്ഷൻ ബി ആണ്. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. അടുത്ത ചോദ്യം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആര്? ഇക്ബാൽ സിംഗ് ലാൽപുര. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്? 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവർ. ഇനി വരുന്നത് മാത്സ് ചോദ്യങ്ങളാണ്. മാത്സ് ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 72 ഓപ്ഷൻ ഡി. 73 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 35 74 ഓപ്ഷൻ ബി ആണ്. 70 75 ഓപ്ഷൻ ബി 9 കിലോമീറ്റർ. 76 ഓപ്ഷൻ സി ആണ്. 77 ഓപ്ഷൻ എ ആണ് ഉത്തരം മകൻ. 78 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. 79 ഓപ്ഷൻ ബി 12 സെക്കൻഡ്. 80ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 5. ഇനി വരുന്നത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് suitably using the appropriate clause. She dashed the examination if she had studied well. She would have passed the examination if she had studied well. He has hardly any money. Has he? Report the sentence properly. Have you met the principal? The teacher said to me. The teacher asked me whether I had met the principal. Pick out the correct article and fill the sentence aptly. After dash year or two, the question can be reconsidered. Option A. After a year or two. Complete the sentence using correct tense. The bell in brackets ring before I reach the school. Hard rung. Give the one word substitute for
A person who studies about the sun, the moon, stars, and the universe. Option C. Astronomer. Fill in the blank with the opposite of the underlined word. Swali looked cheerful, whereas Sumin looked. Opposite ആണ് cheerful opposite gloomy. Which is the apt synonym for the word underlined? The woman looked very weak. Weak synonym. Option B. Feeble. Use the correctly spelled word to complete the sentence. If you dash money, you will quit the business. Option D. Lose. Pick out the correct sentence with the right phrasal verb for the underlined word. The doctor advised me to abandon smoking. Option C. The doctor advised me to give up smoking. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. പിരിച്ചെഴുതുവാനാണ്. വെൺതിങ്കൾ. വെൺതിങ്കൾ. വെൺ പ്ലസ് തിങ്കൾ. ആദേശസന്ധിക്ക് ഉദാഹരണം വിണ്ടലം. തദ്ധിതത്തിന് ഉദാഹരണം വെണ്മ. വിപരീത പദം എഴുതുക. അഗ്രജൻ. അഗ്രജൻ അവരജൻ. ജലത്തിൻ്റെ പര്യായ പദമല്ലാത്തത് നളിനം. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം ആകപ്പാടെയുള്ള ഭംഗി. താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക. ചൂടാമണി. ചൂടാമണി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ചൂടാമണി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. എരിതീയിൽ എണ്ണ ഒഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദം കവയിത്രി. ഒറ്റപ്പദമാക്കുക. വർഷം തോറും. ഓപ്ഷൻ ഡി പ്രതിവർഷം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.